ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരികയാണ്. ഓണം ബമ്പർ അടിച്ചത് ആലപ്പുഴ തുറവൂർ സ്വദേശിക്ക്. ശരത് എസ് നായർ ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കി. നെട്ടൂരിൽ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്. അപ്പോൾ ഒരു യുവതിക്കാണ് എന്ന് കേട്ടത് തെറ്റാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് നെട്ടൂർ വിട്ടു പോയിട്ടില്ല എന്നൊക്കെയാണ് ഏജന്റ് പറഞ്ഞത്. അത് ശരിയാണ്, നെട്ടൂരിൽ തന്നെയാണ്, പെയിന്റ് കടയിലെ ജീവനക്കാരനാണ്. ഇപ്പോൾ ആളുടെ പേരും വന്നിരിക്കുന്നു. തിരുവോണം ബമ്പർ അടിച്ച ഭാഗ്യശാലി തുറവൂർ സ്വദേശി ശരത്താണ് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. തുറവൂർ സ്വദേശിക്ക് ഓണം ബമ്പർ അടിച്ചിരിക്കുന്നു. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി, അപ്പോൾ നേരത്തെ കേട്ടതും പറഞ്ഞതും ഒന്നും ശരിയല്ല. ബമ്പർ അടിച്ച് മറ്റൊരാൾക്കാണ്. ഭാഗ്യശാലി നെട്ടൂരിലെ പെയിന്റ് കടയിലെ ജീവനക്കാരൻ. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, ഈ പറഞ്ഞതുപോലെ വലിയ അന്വേഷണത്തിലായിരുന്നു എല്ലാവരും. ആർക്കാണ് ഈ ഓണം ബമ്പർ 25 കോടി അടിച്ചത് എന്ന വിവരം അറിയാനായി ആദ്യഘട്ടത്തിൽ ഈ ലോട്ടറി വിറ്റ ലതീഷ് എന്ന വിവരം പുറത്തു വരുന്നത്. ആ വിവരം ലതീഷ് തന്നെയാണ് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തത്. പക്ഷെ പിന്നീട് ഇപ്പോഴിതാ വിവരം കൃത്യമായി പുറത്തു വരുന്നു. ആലപ്പുഴ തുറവൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തിക്കാണ് ഈ പറഞ്ഞതുപോലെ ഈ അടിച്ചിരിക്കുന്നത്. ഈ നെട്ടൂരിലെ ഈ സ്റ്റോളിൽ നിന്ന് തന്നെയാണ്, ഈ ലതീഷിന്റെ സ്റ്റോളിൽ ഈ പറഞ്ഞതുപോലെ ലോട്ടറി എടുത്തത് തുറവൂരിലെ ശരത് എസ് നായർ. ശരത് ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, ഈ നെട്ടൂരിലാണ് ജോലി ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിന്നും ഈ ലോട്ടറി എടുക്കുകയും ചെയ്തത്. വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ശരത് ഇപ്പോൾ പറയുന്നത് ഈ വാർത്ത കാണുന്നുണ്ടായിരുന്നു. ഈ നിലയിൽ മറ്റൊരാളുടെ പേര് ഈ ബമ്പറുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ വരുന്നതെല്ലാം താൻ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ പ്രതികരിക്കാതിരുന്നതാണ് എന്നതാണ് ശരത് ഇപ്പോൾ പറയുന്നത്. ശരത് ബാങ്കിൽ ഇപ്പോൾ എന്തായാലും ഈ ടിക്കറ്റ് എത്തിച്ചിട്ടുണ്ട്. ബാങ്കിൽ ടിക്കറ്റ് എത്തിച്ച ശേഷം ഔദ്യോഗികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കാം എന്ന് കരുതി നിശബ്ദനായിരുന്നതാണ് എന്നതാണ് ഇപ്പോൾ ശരത് പറയുന്നത്. എന്തായാലും 25 കോടിയുടെ ആ ഭാഗ്യശാലി, ബമ്പർ ഭാഗ്യശാലി, കേരളം കാത്തിരുന്ന ആ പേര് അത് ശരത് എസ് നായരുടേതാണ്. ആലപ്പുഴ തുറവൂർ സ്വദേശിയാണ്. അദ്ദേഹം പെയിന്റ് കടയിലെ ജീവനക്കാരനാണ്. നേരത്തെ തന്നെ ഈ ലതീഷ് പറഞ്ഞിരുന്നു, ഈ നെട്ടൂരിലുള്ള ആളുകൾ അല്ലെങ്കിൽ നെട്ടൂരിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആരോ ആണ് ടിക്കറ്റ് എടുത്തതെന്ന് ലതീഷ് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. ലതീഷിന്റെ സംശയമായിരുന്നു ഈ സ്ത്രീയാണ് ടിക്കറ്റ് എടുത്തത്, അവർക്കാണ് ടിക്കറ്റ് അടിച്ചത് എന്നത്. അദ്ദേഹമാണ് ആ വാർത്ത മാധ്യമങ്ങളോട് പുറത്തു പറയുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആ സ്ത്രീ അല്ല, മറിച്ച് ആലപ്പുഴ തുറവൂർ സ്വദേശിയായിട്ടുള്ള ശരത് എസ് നായരാണ് ഈ ബമ്പർ ഭാഗ്യശാലി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സ്മൃതി, അപ്പൊ നേരത്തെ കേട്ടതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ 25 കോടിയുടെ ഓണം ബമ്പർ അടിച്ചത് തുറവൂർ സ്വദേശി ശരത് എസ് നായർക്കാണ്. നെട്ടൂരിൽ നിന്നും ടിക്കറ്റ് എടുത്തു. നെട്ടൂർ നിപ്പോൺ പെയിന്റ്സ് ജീവനക്കാരനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച ഏജന്റ് തന്നെ വിറ്റ ടിക്കറ്റാണ് അല്ലേ? സ്മൃതി, അത് തന്നെയാണ്. അതായത് ലതീഷിന്റെ കടയിൽ നിന്നും വിറ്റ ടിക്കറ്റ് തന്നെയാണ്, അവിടെ നിന്നും വിറ്റ ടിക്കറ്റിനാണ് ഈ ബമ്പർ അടിച്ചിരിക്കുന്നതെന്ന വിവരം ലോട്ടറി ഏജൻസിയിൽ നിന്നും ലതീഷിന് ലഭിക്കുന്നു. പിന്നീട് ലതീഷ് പറഞ്ഞതനുസരിച്ചാണ് ബാക്കി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മാധ്യമങ്ങളോട് പുറത്തു വന്നത്. നമുക്ക് ആകെ മാധ്യമങ്ങൾക്കുള്ള സോഴ്സ് എന്ന് പറയുന്നത് ലതീഷ് ആയിരുന്നു. കാരണം അദ്ദേഹമാണ് ഈ ടിക്കറ്റ് ഈ ഭാഗ്യശാലിക്ക് നേരിട്ട് വിറ്റ ഏജന്റ് എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു ഈ നിലയിൽ നെട്ടൂരിലെ ഒരു സ്ത്രീക്കാണ് ഈ ടിക്കറ്റ് ബമ്പർ അടിച്ചിരിക്കുന്നതെന്ന വിവരം. നേരത്തെ കേട്ടത് ഒരു ഭാഗ്യവതി ആണ് എന്നുള്ളതാണ്. ഭാഗ്യവതിയല്ല, ഒരു തൊഴിലാളി സ്ത്രീക്കാണ് കിട്ടിയതെന്നും അവർ ഒറ്റയ്ക്ക് കഴിയുന്നവരാണ് എന്നൊക്കെയാണ് ഏജന്റ് നേരത്തെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല. ആലപ്പുഴയിലെ തുറവൂർ സ്വദേശിയായ ശരത് എസ് നായർക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. 25 കോടി അടിച്ച ഭാഗ്യവാൻ ശരത് എസ് നായരാണ്. നെട്ടൂരിലെ നിപ്പോൺ പെയിന്റ്സ് ജീവനക്കാരനാണ് എന്നുള്ള വിവരം ശരത്തിന്റെ പടമടക്കം ഫോട്ടോ അടക്കം ഇപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം അങ്ങനെ ഒളിച്ചൊന്നും പോയിട്ടില്ല. ബമ്പർ അടിച്ച് അദ്ദേഹത്തിന്റെ ചിത്രം ഹാജരാക്കിയിരിക്കുന്നു. SBI ശാഖയിൽ ഇതിനകം ടിക്കറ്റും ഹാജരാക്കിയിരിക്കുകയാണ് ശരത് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുകയാണ്. ഓണം ബമ്പർ 25 കോടിയുടെ ഭാഗ്യവാൻ ശരത് എസ് നായർ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. അലി, ഇപ്പോൾ ബമ്പർ അടിച്ചത് ആലപ്പുഴ സ്വദേശിക്ക് നെട്ടൂരിലെ നിപ്പോൺ പെയിന്റ്സ് ജീവനക്കാരനാണ്. അപ്പോൾ ആ ഏജന്റിന്റെ അടുത്ത് അലി എത്തിയിട്ടുണ്ടോ? സ്മൃതി, നമ്മൾ ഏജന്റ് ലതീഷിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലതീഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷമുണ്ടാക്കിയ വാർത്തയാണ് ഈ ബമ്പർ പ്രൈസ്. 3 മാസങ്ങൾക്ക് മുൻപ് 1 കോടി ലതീഷിന്റെ സ്റ്റോളിൽ അടിക്കുന്നു. പിന്നീട് ഓണം ബമ്പർ എത്തുമ്പോൾ 25 കോടി അടിക്കുന്നു. അങ്ങനെ ലതീഷും വലിയ സന്തോഷത്തിലാണ്. വലിയൊരു തുക ലതീഷിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കും. അതിൻ്റെയൊക്കെ ആഘോഷത്തിലൊക്കെ ആയിരുന്നു ലതീഷ് ഉണ്ടായിരുന്നത്. ലതീഷ് പറഞ്ഞതായിരുന്നു ഈ നെട്ടൂരിൽ തന്നെയാണ് ഈ ടിക്കറ്റ് വിറ്റത്, നെട്ടൂരിൽ ആർക്കോ തന്നെയാണ് ഈ ബമ്പർ പ്രൈസ് അടിച്ചിരിക്കുന്നത് എന്നത്. പക്ഷെ നെട്ടൂരുകാരനല്ല, നെട്ടൂരിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത നെട്ടൂരിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ തുറവൂർ സ്വദേശിയായിട്ടുള്ള ശരത് എസ് നായർക്കാണ് ഈ ബമ്പർ ഭാഗ്യം ഉണ്ടായതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ശരത് ഇപ്പോൾ എന്തായാലും ഈ ടിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കിയിട്ടുണ്ട്. ശരത് ഈ വാർത്തകളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. കാരണം വലിയ ആഘോഷങ്ങൾ, വലിയ അന്വേഷണങ്ങളൊക്കെ ആയിരുന്നു ആരാണ് ഈ ഭാഗ്യശാലി എന്നറിയാൻ വേണ്ടി. അതിന്റെ വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു.
അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഔദ്യോഗികമായി ഒരു അറിയിപ്പ് ബാങ്കിലെത്തി ഇത് കൈമാറിയ ശേഷം നൽകാമെന്ന് കരുതിയാണ് നിശബ്ദനായിരുന്നത് എന്നതുമാണ് ശരത്ത് എന്തായാലും പറഞ്ഞു വെക്കുന്നത്. ശരത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിന്റെ വലിയ ആഘോഷത്തിന്റെ തുറവൂരുകാരനായ യുവാവിനാണ് അടിച്ചിരിക്കുന്നത് ടിക്കറ്റ് എന്നുള്ളതാണ്. നെട്ടൂരിലെ ലോട്ടറി ഏജന്റ്, നമ്മൾ ഇന്നലെ ആ ലോട്ടറി ഏജന്റിന്റെ പ്രതികരണം കണ്ടതാണ്. MT ലതീഷ്. ഈ ലതീഷ് തന്നെയാണ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. ബമ്പർ അടിച്ച നമ്പറുള്ള മറ്റ് സീരീസുകളിലെ 9 ടിക്കറ്റുകളും ലതീഷ് വഴി തന്നെയാണ് വിറ്റിരിക്കുന്നത്. ഇവയ്ക്ക് 5 ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനവും ലഭിക്കും. അപ്പോൾ ഭാഗ്യം ലതീഷിനൊപ്പം കൂടിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഭഗവതി ഏജൻസീസിന്റെ വൈറ്റില ശാഖയിൽ നിന്നാണ് ലതീഷ് ടിക്കറ്റുകൾ വാങ്ങിയിട്ടുള്ളത്.